ഇവനാണ് വാസു. പൊട്ടത്തരത്തിന് കയ്യും കാലും വെച്ച ഇങ്ങനെ ഇരിക്കുന്നു ഇവൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞ്. പിന്നെ ഇവൻ്റെ വിചാരം ഇവനാണ് ISRO റോക്കറ്റ് വിട്ടതെന്ന്. കണ്ടിട്ട് പരിചയമില്ലല്ലോ. ഇത് എൻ്റെ കൂടെ 1ാം ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിച്ച വാസു എന്ന പേര്. ഇവനെപ്പോലത്തെ എല്ലാം അറിയുന്ന ആൾ ഈ അനക്കൊന്ന് വള്ളിത്തോട് പഞ്ചായത്തിലില്ലെന്ന് തോന്നുന്നു. എടാ ഞാൻ 1ാം ക്ലാസ് മുതൽ പെൻസിൽ മേടിക്കണമെങ്കിലും കട്ടർ മേടിക്കണമെങ്കിലും തുണി മേടിക്കണമെങ്കിലും ഇടുന്ന ജെട്ടി വരെ മേടിക്കണമെങ്കിൽ ഞാൻ ഇവനോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. ഇവൻ ചുമല പറഞ്ഞാൽ അതിനപ്പുറമില്ല, ഇവൻ പച്ച പറഞ്ഞാൽ അതിനപ്പുറമില്ല. അളിയാ അപ്പോൾ ഇവൻ അപ്പിടാൻ പാടില്ല, 2 ദിവസവും അപ്പിടാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞാൽ നീ അപ്പിടാൻ എടുക്കും. കില്ലാടി തന്നെ കേട്ടോ. എത്ര നാളുണ്ടാവും മറ്റുള്ളവരുടെ അഭിപ്രായം കോർത്ത് ജീവിക്കുന്നു. മാറി നല്ല മഴക്കാറുണ്ടല്ലോ. കള്ള പാപ്പിളി പറ, എൻ്റെ കണ്ണിലെന്താ കുരുവാ? ഇത്രയും വെയിലും നീലി ആകാശവും കണ്ടിട്ട് മഴക്കാറല്ലേ? ഏടുന്ന് കിട്ടിയടി ഈ വധൂരീനെ? കേട്ടിട്ടില്ല എന്നുള്ള ഭാഗത്ത് നിൽക്കാം. നല്ല അടുക്കള എന്താ അണ്ണൻ്റെ മുമ്പ് ഇങ്ങനെയെല്ലാം പറയുന്നു? ആ അണ്ണാ നല്ല മഴക്കാറുണ്ട്, ഇപ്പം പെയ്യും. ഇടിയും ഇടിയെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. ഷിബു ഞാൻ സ്കൂട്ടർ ഉണ്ടോ? കണ്ടോ ആ സ്കൂട്ടറിൻ്റെ കളർ ഉണ്ടല്ലോ, തത്തപ്പച്ച. റയറായിട്ടാ, ഇങ്ങനത്തെ ഒന്നും ഇങ്ങനെ കിട്ടാനില്ല. അതെ കിടിലും പച്ച കേട്ടാ, ഇങ്ങനത്തെ ഒരു തത്തപ്പച്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ പൊന്നളിയാ, കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലെ കളിയിൽ ശ്രേയസ് അയ്യർ 40 മീറ്റർ ഒറ്റ ഏറ് കൃത്യ സ്റ്റമ്പിന് പോയിക്കൊണ്ട് ഔട്ടായി. എൻ്റെ മോൻ്റെ ഉന്നാണ് ഉന്നം. അതാരടാ ഈ ശ്രേയസ് അയ്യർ? നിനക്ക് ഇന്ത്യൻ ടീമിലേക്ക് കളിക്കുന്ന ശ്രേയസ് അയ്യറിനെ അറിയില്ല? ക്രിക്കറ്റ് കളിക്കുന്ന ശ്രേയസ് അയ്യറിനെ അറിയില്ല? എന്തുവാടി ഇവനിങ്ങനെ? എടാ നീ എന്നോട് 1ാം ക്ലാസ് മുതൽ നടക്കുന്നതല്ലേ, എന്ത് നിനക്കിതൊന്നും അറിയില്ല? ശ്രേയസ് അയ്യർ അർജന്റീന ടീമിന് വേണ്ടി കളിക്കുന്ന ആളാടാ. 40 മീറ്റർ ഗോൾ അടിക്കുക അതിൻ്റെ വിരാട് കോഹ്ലിൻ്റെ അസിസ്റ്റില്. അത് പോയി. ശരിയാണ് എടാ, നേരത്തെ ഞാൻ പറഞ്ഞ തിരിച്ചെടുത്തു. ശ്രേയസ് അയ്യർ ഫുട്ബോളിലാണേ. ഏത് ഗ്രഹത്തിന്ന് വരുന്നാണ് ഇത് രണ്ടും? വ്യാഴത്തുനിന്ന് വന്നാണെങ്കിൽ ഒരമ്മ പെറ്റ 2 മക്കളെ പോലെ എന്നാ പറയും. നിക്കട്ടവന്റെ ഓട്ടം നോക്കണം. ഉസൈൻ ബോൾട്ട് ഒളിമ്പിക്സിന് ഓടുന്ന പോലെ ഉണ്ടല്ലോ. ഉസൈൻ ബോൾട്ട് ഇന്ത്യൻ ടീം കളിക്കുന്ന ആളെന്നാ നിനക്കറിയില്ലേ? ഇയാളെ കൊണ്ട് 1ാം ക്ലാസ് മുതൽ സഹിക്കാൻ തുടങ്ങിയത്. ജെട്ടി ട്രൗസർ അയച്ചിടണം എന്നല്ല പറഞ്ഞിട്ട് പ്രശ്നങ്ങളുണ്ട്.